ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന കുറച്ച് വസ്തുക്കൾ കൊണ്ട് ഗാർഡനിലേക്ക് പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനിത് ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം മൊത്തമായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തായാലും കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഞാൻ ഒരു ദിവസം വെച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ജൂട്ട് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഹോട്ട് ഗ്ലൂ കൊണ്ടാണ് ഈ ഒരു ജൂട്ട് ചുറ്റിയെടുക്കുന്നത്. ഇപ്പോൾ അതാ ഈ ഒരു ഭാഗം ജൂട്ട് മൊത്തമായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമുക്ക് ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനി ഇതുപോലെയുള്ള കുറച്ച് ജൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ജൂട്ട് മൊത്തമായിട്ട് ഈ ബോട്ടിൽ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനും ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ജൂട്ട് ചുറ്റുമ്പോൾ ആദ്യം ഒന്ന് ഹോട്ട് ഗ്ലൂ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ മൊത്തമായിട്ട് ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചെറിയ നാരുകൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലായ്മ പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ആ നാരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് പല കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബോട്ടിൽ നമ്മൾ നേരത്തെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രില്ലറുമേ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനും ഞാനിവിടെ ഹോട്ട് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും അടർന്നു പോകില്ല. നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് അവിടെ വെച്ചാൽ മതി. ഇപ്പോൾ അതവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതവിടെ ഒട്ടിയിരുന്നോളും. ഇനി ഈ ഒരു ബോട്ടിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇനിയും ഇത് എവിടെയെങ്കിലും ഇങ്ങനെ കുളത്തിടാട്ടോ. അപ്പം ഞാനൊരു ആണിയമ്മ വോളുമ്മ തന്നെയാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊന്ന് ചെരിച്ചിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെരിച്ച് വെക്കുമ്പോൾ അധികം വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുപ്പിക്ക് അധികം വെയിറ്റും വരില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെരിച്ച് വെച്ചത്. ഇനി ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ മോൺസ്റ്ററ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ഈ ഒരു ഗ്രില്ലുമൊക്കെ നന്നായിട്ട് അത് പടർന്ന് പിടിക്കുകയും ചെയ്യും.
അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനെന്ന് വെച്ചാൽ നല്ല കളർഫുള്ളായിട്ടുണ്ട് പെയിൻ്റൊക്കെ ഇങ്ങനെ വേറെ വേറെ കൊടുത്തപ്പോൾ. അപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു പ്ലാന്റർ ഉണ്ടാക്കിയത് ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ കേടായത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ജൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജൂട്ട് ഈ ഒരു പാത്രമേ മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിതും ചെയ്യണത്. ഇപ്പോൾ ഇതാ മൊത്തമായിട്ട് ഞാൻ ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ഒരു പാത്രത്തിന് ഓൾറെഡി ഹോളുള്ളത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഹോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം അതിലൂടെ തന്നെ ഇറങ്ങിക്കോളും. ഇപ്പോൾ ഇതാ ഞാൻ നാരുകളൊക്കെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇതിലേക്ക് പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിലോട്ട് സ്റ്റാർ ഗ്രാസാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു പോട്ടാണല്ലോ, അപ്പോൾ ചെറിയൊരു പ്ലാന്റും ഇതിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ളൊരു ബക്കറ്റിൻ്റെ മൂടി കൊണ്ടാണ്. ഇത് ആവശ്യമില്ലാതെ വെച്ചിരുന്ന ഒരു മൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇതിന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ മൊത്തമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസമെങ്കിലും ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബക്കറ്റിൻ്റെ മൂടി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മൂടിയുടെ ഈ 4 സൈഡിലും ചെറുതായിട്ട് ഹോൾസുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഹോൾസ് ഉണ്ടാക്കുന്നത് ഒരു പപ്പടക്കോല് തീയിൽ വെച്ചിട്ട് അങ്ങനെ ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഹോളിൽ നമ്മൾ ടാങ്കീസ് ഇതുപോലെ ഒന്നൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതൊരു കുളത്തുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇപ്പോൾ അത് ഹാങ് ചെയ്തിട്ടപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി അതിൽ നമുക്ക് പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ മൂടിയുടെ താഴെ കുറച്ച് ഹോൾസുകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്യുന്നത് ടർട്ടിൽ വെയിനാണ്. ടർട്ടിൽ വെയിൻ അധികം വെള്ളം ആവശ്യമില്ലാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനായ ഹോൾസുകൾ ഇട്ട് കൊടുക്കാതിരുന്നത്. പിന്നെ ഈ ടർട്ടിൽ വെയിൻ ആകുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ടർട്ടിൽ വെയിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഗാർഡൻ ഒന്ന് മനോഹരമാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസുകളൊക്കെ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.